الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلك توعظون به والله بما تعملون خبير. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി നടത്തുകയാണ് വസിയത്ത് ചെയ്യുക. ജീവിതത്തിൽ നാം യഥാർത്ഥത്തിൽ നേരിടുന്നത് കുറേ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പാച്ചിൽ, അധ്വാനം, സഅയ് എന്ന് പറഞ്ഞാൽ അധ്വാനം. ഹജ്ജിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടണം. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? പ്രശ്നത്തെ സംബന്ധിച്ച് ആധുനിക ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് മനഃശാസ്ത്ര വിഭാഗത്തിലാണ് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്. ഒരാളിന് പ്രശ്നം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം, ഉത്തരം കണ്ടെത്താനാവാതെ അല്ലെങ്കിൽ പരിഹാരത്തിന് വഴിയില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ നേരിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരാളുടെ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിച്ചില്ലെങ്കിൽ അയാൾക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റില്ല. ആവശ്യം ഉണ്ടാവുകയും ആവശ്യം നിറവേറ്റാനുള്ള വിഭവം സുലഭമായി ഉണ്ടാവുകയും ചെയ്താൽ ജീവിതം സുഗമമായി നീങ്ങും. അതാണ് അള്ളാഹു നിശ്ചയിച്ച ജീവിതത്തിന്റെ രസം. നമുക്കൊരാവശ്യം ഉണ്ടാവുക, ആ ആവശ്യ പൂർത്തീകരണത്തിന് വിഭവങ്ങൾ സുലഭമായി ഉണ്ടാകാം. രണ്ടും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആവശ്യം അത് നിറവേറ്റിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധ്യത. ആവശ്യത്തിന് അധികം സാധനം ഉണ്ടെങ്കിലോ കൂടുതൽ സംതൃപ്തി ഉണ്ടാവും. അതാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അടിസ്ഥാനപരമായ ഒരു പ്രകൃതം. കാര്യങ്ങൾ ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ ബേജാറ്, വെപ്രാളം, പിന്നെ അത് കിട്ടാനുള്ള ചില കുറുക്കുവഴികൾ. ഇത് വളരെ കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. ആദവും ഹവ്വയും സ്വർഗത്തിൽ ജീവിച്ച ആദ്യ രംഗം അത് സുഖത്തിന്റെയും സംതൃപ്തിയുടെയുമായിരുന്നു. എവിടെയും സഞ്ചരിക്കാം, എന്തും കഴിക്കാം. അപ്പോൾ അവിടെ വിശപ്പ് അടക്കുക എന്നൊരാവശ്യം, അല്ലെങ്കിൽ ഒരു ഇണയെ കിട്ടുക എന്നുള്ള, തുണയും ഇണയുമായി നിൽക്കുക എന്നുള്ള രണ്ടാവശ്യങ്ങളാണ് മനുഷ്യൻ ആദ്യമായി ഉണ്ടായത്. രസകരമായ ഒരു കഥയുണ്ട്, ഇസ്രായേൽ കഥയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചിട്ട് മുതുകിൽ തടയുക, അതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് ലോകത്ത് വരാനുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ആത്മാക്കൾ ഹാജരാക്കി. എന്നിട്ട് ചോദിച്ച്, ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ ആത്മാക്കളൊക്കെ പറഞ്ഞു, നീ തന്നെ, നീ തന്നെ, ഞങ്ങൾ തന്നെ. ഖുർആനിൽ അതിന്റെ രണ്ടാമത്തെ വെർഷനാണ് പറയുന്നത്. ബൈബിൾ കഥകളിൽ കുറച്ചുകൂടി നല്ല രസകരമായി ഈ വിഷയം അവതരിപ്പിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒഴിവാക്കുന്നത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു പെർഫെക്റ്റ് ഓർഡറിൽ സൃഷ്ടിച്ചു, ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ആവശ്യങ്ങളില്ലെങ്കിൽ ആരും ആരും മൈൻഡ് ചെയ്യില്ലെന്നാണ്. എന്നിട്ട് അല്ലാഹു ആദ്യം ചെയ്തത് ആരാണെന്ന് ചോദിക്കുക. ജ്ഞാനം കൊടുത്ത് നിങ്ങളാരാണ്? ഞങ്ങളാണ്. ഞാനോ? നീ തന്നെയാണ്. അപ്പൊ അല്ലാഹു തആല വിശപ്പ് സൃഷ്ടിച്ചു. വിശപ്പ് കൊണ്ട് പൊരിയാൻ തുടങ്ങി. അപ്പൊ അവർക്ക് തോന്നി, ഇത് നമുക്ക് തീർക്കാൻ പറ്റില്ല. മനുഷ്യന്മാരെ നമ്മളെല്ലാവരും ഉണ്ടോ അവിടെ? നമുക്കിത് തീർക്കാൻ പറ്റില്ല. വിശപ്പ് നമ്മളുണ്ടാക്കണമല്ല. അവിടെ ഒരു പ്രശ്നമാണ്. നമ്മളുണ്ടാക്കണമല്ല. വിശപ്പ് തനിയെ ഉണ്ടാവണതല്ല, അല്ലാഹു ഉണ്ടാക്കണതാണ്. ഒരു അത്ഭുതകരമായ സംഗതിയാണ്. വിശപ്പ് എന്നൊരു സംഗതി ഒരാൾ ഉണ്ടാക്കാൻ പറ്റില്ല. അത് അല്ലാഹു ഉണ്ടാക്കി തന്നാലേ വിശപ്പു. അപ്പൊ വിശപ്പ് വന്നപ്പോ വിശപ്പിന്റെ അനന്തരഫലം പെയിനാണ്, കാന്തലാണ്, അതായത് വേദന. വിശപ്പ് കൊണ്ടായാൽ പിന്നെ വേദന അനുഭവിക്കില്ല. അപ്പൊ വല്ലാണ്ട് ബേജാറായി, ഞങ്ങൾ വിശക്കുന്നു. അപ്പൊ വിശക്കുണ്ടല്ലേ, അപ്പൊ എന്താ വേണ്ടത്? വിശപ്പ് എന്ന് പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഫുഡ്, ഭക്ഷണം കിട്ടണം. അതൊരു മനുഷ്യനൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അത് ഭക്ഷണം കൊടുത്തു. അപ്പോ ഭക്ഷണം കൊടുത്തപ്പോ തൃപ്തിയായി. നിങ്ങളാരാ? ഞങ്ങൾ നിന്റെ അടിമകളാണ്. അങ്ങനെ മനസ്സിലായി. വിശന്നൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ പറയാം, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് മനുഷ്യരോട് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നു. അതെ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഷഹിദിന എന്നാ പറഞ്ഞ. അപ്പൊ ആ ഷഹിദിന എന്ന വാക്കിന് മറ്റേ കഥയ്ക്ക് ഒരു അണ്ടർലൈൻ ഉണ്ട്. ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അപ്പൊ വിശക്കുക എന്നത് ഇല്ലെങ്കിൽ മനുഷ്യൻ ആരെയും മൈൻഡില്ല. അപ്പൊ പ്രശ്നം അതാണ്, വിശപ്പാണ്. ഈ അൺഎംപ്ലോയ്മെന്റ് ആണ് വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്താ? വിശപ്പാണ്. വിശപ്പിനാണല്ലോ. ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം, ജോലി ഇല്ലാത്തത് ഭക്ഷണം ഇല്ല. അപ്പോൾ ജോലി ഇല്ലായ്മയാണ് വലിയൊരു പ്രശ്നം. ആധുനിക ലോകത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അൺഎംപ്ലോയ്മെന്റ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വിശപ്പാണ് പ്രശ്നം, പട്ടിണി, ദാരിദ്ര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ വിശപ്പ് ഒരു പരീക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ജൂഅ് എന്ന് പറയുന്ന ഒരു സംഗതി. വിശപ്പ് എന്താണ് എന്ന് വിശദമായി എന്നും പറയാൻ ആർക്കും കഴിയില്ല. പക്ഷെ വിശപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു അത്ഭുതം. വിശക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ചിലരുടെ സ്വബോധം തന്നെ വിട്ടു പെരുമാറും, ചിലർ അഭിമാനം വിട്ടു കളിക്കും, ചിലർ ആക്രമിക്കും, ചിലർ മിണ്ടാതിരിക്കും, ചിലർ അനങ്ങാതെ കിടക്കും. ഇങ്ങനെ പല തരത്തിലുള്ള സിംറ്റംസ് ആണ് വിശപ്പുണ്ടായാൽ മനുഷ്യൻ കാണിക്കുന്നത്. മാനസികമായി തകരാറില്ലായ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്ന ആളുകളുടെ വിശപ്പ് ഉണ്ടായിട്ടുണ്ടാകും. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലുണ്ട്. മൃഗങ്ങൾക്കും വിശന്നാൽ ഭയങ്കര മാശല്യുണ്ടാകും. പക്ഷികളും അങ്ങനെ. ഏത് ഒരു ജന്തുവും വിശന്നാൽ അത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാകും. അപ്പോ വിശപ്പ് ഒരു വലിയ പ്രശ്നമായി. അപ്പൊ ആ വിശപ്പ് നിറവേറ്റി, വിശപ്പിനെ തീർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സ്വർഗത്തിലുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഏകാന്തത അനുഭവപ്പെട്ട ആദമിന് ഒരു ഇണയെ കൊടുത്തു. രണ്ടാളും കൂടെ നടന്നത് എവിടെ? ജീവിച്ചത് അന്തവസോചിത, നീയും നിന്റെ ഇണയും കൂടി എവിടെയും പൊയ്ക്കൊള്ളും. അപ്പൊ അവിടെ എവിടെയും പൊയ്ക്കൊള്ളിടയിൽ ഒരു ചെറിയ ഒരു തടസ്സാട് വല്ല തത്രബഹാവിശ, അവിടെ ഒരു വൃക്ഷം ഉണ്ട്, അതിന്റെ കൂടെ പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ പ്രശ്നമാവും, ഒരു പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ പോയി ആ പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലം ഉണ്ടായപ്പോ പരിഹാരം വേണം. അറിയില്ലല്ലോ, മനുഷ്യൻ അവന്റെ ഒരു പ്രീമച്ചർ സ്റ്റേജിലാണ്, ഏറ്റവും ഏർലി സ്റ്റേജിലാണ്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിപ്പോ എന്താ പരിഹാരം എന്നറിയില്ല. അപ്പൊ ഫത്തലഖ ആദം മിൻ റബ്ബിഹി കലിമാത്ത്. പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം, അത് നിന്റെ രക്ഷിതാവിന്റെ അടുത്ത് തന്നെ മടങ്ങണം. ഫത്തലഖ ആദം കലിമാത്ത് ഫതാബ അലൈഹി, വീണ്ടും അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും. അല്ല, വളരെ രസകരമായാണ് ഖുർആൻ ആ സംഗതി. ഒരു പ്രശ്നം, ആ പ്രശ്നത്തിനൊരു പരിഹാരം. അപ്പൊ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യന് ഒളിച്ചോടാൻ പറ്റില്ല.
പ്രശ്നങ്ങളെ മനുഷ്യൻ നേരിട്ടേ പറ്റൂ. പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തെയും അള്ളാഹ് ഭൂമുഖത്ത് സൃഷ്ടിച്ചിട്ടില്ല. തോട്ടിപ്പണിക്കാരനായാലും UN സെക്രട്ടറി ജനറൽ ആയാലും പ്രവാചകനായാലും ആരായാലും പ്രശ്നങ്ങളെ നേരിട്ടേ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാ മേഖലയിലും പ്രശ്നം വെച്ചിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം അള്ളാഹ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചു. ആദം നമുക്ക് സ്വന്തം നൽകിയ പ്രവാചകനായതുകൊണ്ട് ഉടനെ തന്നെ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചു. ആദം മക്കളെ പഠിപ്പിച്ചു. ഷീസ് എന്ന് പറഞ്ഞ ആദമിന്റെ മകൻ പ്രവാചകനാണ്. അങ്ങനെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു. അപ്പോൾ ഓരോ സമയത്തും പ്രവാചകന്മാരോട് ചോദിക്കുക, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക, എന്നിട്ട് സ്വയം തന്നെ കണ്ടുപിടിക്കുക. ഈ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നല്ല സുഖ സുഷുപ്തിയായിരിക്കും, സംതൃപ്തിയായിരിക്കും, ശാന്തതയായിരിക്കും ഉണ്ടാവുക. അത് അള്ളാഹുവിന്റെ ഒരു സ്വഭാവമാണ്. ശാന്തത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകണം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. ഇതാണ് അവന്റെ യാത്രയുടെ ലക്ഷ്യം. ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദഹൻ ഫമുലാഖി. ക്ലേശത്തോടെ അധ്വാനിച്ചിട്ടാണ് നിന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. രക്ഷിതാവിലെത്തിയാലോ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ശാന്തി എന്ന് പറയുന്നത് നീയാണ്, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്ക് മാത്രമാണ് ശാന്തി മടങ്ങുക. അതുകൊണ്ട് ഞങ്ങളെ ശാന്തമായി ജീവിപ്പിക്കണേ, ശാന്തിയുടെ ഗ്രഹത്തിൽ കടത്തണേ. ഉദ്ഖുലുഹാ ബിസ്സലാം. അതായത് എന്നും നിത്യതയുടെ ശാന്തിയുടെ പ്രദേശം. നമ്മൾ ദുനിയാവിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഭരണം നടത്തുന്നുണ്ട്, ഓരോ നല്ല സ്ഥാനമാനങ്ങൾ വഹിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, തോട്ടിപ്പണി ചെയ്യുന്നുണ്ട്, എന്തും എല്ലാ സംഗതികളിലും മനുഷ്യൻ അത് ഒന്ന് മോശമാണ്, ഒന്ന് വലുതാണ്. രാജ്യത്ത് പ്രസിഡന്റ് ചെയ്യുന്ന പണി ഭയങ്കരമാണ്, ബന്ധുവിന്റെ തൊഴിലാളി ചെയ്യുന്ന പണി വളരെ മോശമാണ് എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. അവനെ അതിനുള്ള സെറ്റപ്പിലാണ് സൃഷ്ടിച്ചത്, മറ്റയാൾ അതിനുള്ള സെറ്റപ്പിലാണ്. ഇതെല്ലാം അള്ളാഹുവിനടുത്ത് ഒരുപോലെയാണ്. ദുനിയാവിൽ കോളറൊക്കെ പൊത്തി നടക്കാൻ കുറച്ച് ഒരു സംഘരക്ഷകരൊക്കെ ഉണ്ടാവും എന്നുള്ളത് വേറെ വിഷയമാണ്. അള്ളാഹുവിന്റെ കണ്ണിൽ എല്ലാം ഒന്നുപോലെ തന്നെയാണ്. എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ് എല്ലാവരും. എല്ലാവർക്കും ആവശ്യമായ ബുദ്ധി, അതായത് നമ്മളിപ്പോ ഇവിടെ ജീവിക്കുന്ന ഒരാളിന്റെ സിറ്റുവേഷൻ ആയിരിക്കില്ല അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾ. UN സെക്രട്ടറി ജനറൽ വേറെ ലൈനിലായിരിക്കും ചിന്തിക്കുക. അതുപോലെ രാജ്യത്തിലേക്ക് ഓരോരുത്തരും നമ്മൾ നോക്കിയാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മളൊരു ടാലന്റ് ടെസ്റ്റ് നടത്താറ്. ചിലർക്ക് സ്പോർട്സിലായിരിക്കും, ചിലർക്ക് പാട്ടുപാടാനായിരിക്കും, ചിലർക്ക് നിയന്ത്രണത്തിലായിരിക്കും, ചില ആൾക്ക് വേറെ തരത്തിൽ. അങ്ങനെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി ഓരോ വിഭാഗത്തിന് കർഷകരില്ലാതെങ്കിലും ജീവിക്കാൻ പറ്റും. ഇപ്പൊ കാർഷിക മേഖലയിൽ വക്കീലന്മാരും കോടതിയും ജഡ്ജിയും പോലീസും പട്ടാളവും ഒക്കെ ക്രിമിനൽസ് ഇല്ലെങ്കിൽ പിന്നെ ഇതിനായി വക്കീലന്മാർ, ജഡ്ജിമാരെന്തിനാ, സംവിധാനങ്ങളെന്തിനാ? അപ്പൊ ക്രിമിനൽ ബ്ലഡ് ഉണ്ടാവും മനുഷ്യന്. അത് അല്ല ഉണ്ടായി കൊടുക്കണമല്ല, മനുഷ്യൻ അവന്റെ സ്വയം പ്രവർത്തനം കൊണ്ട് അങ്ങോട്ട് പോകാൻ പോകുന്നതാണ്. നുവല്ലിഹി മാതവല്ല, കൃത്യമായി അല്ലാഹു തആല പറഞ്ഞത്. അവൻ തിരിഞ്ഞടുത്ത് ഞാൻ തിരിച്ചു വിട്ടുന്നുള്ള ആ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഓരോ പ്രശ്നത്തിനും പരിഹാരം എന്നുള്ള നിലയിൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചത് എന്നും ഖുർആൻ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിപ്പിച്ചത് എന്നും എഴുത്തിൽ പറയുന്നു. വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഖുർആനിലെ ഈ വിഷയത്തിൽ. നമ്മൾ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ആളുകളെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള സംഗതിയല്ല. അറിയുക, ബോധ്യപ്പെടുക, തൃപ്തിപ്പെടുക, അനുസരിക്കുക, ഇതാണ്. ആരുടെ മേലും യാതൊരു തരത്തിലും ഇക്കാര്യത്തിൽ നിർബന്ധം പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം തീരുമാനിച്ചിരിക്കുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ന്യൂനപക്ഷമായി പോയി അല്ലെങ്കിൽ ആള് കുറഞ്ഞുപോയി ദീനിനാ കൂട്ടുന്ന പരിപാടിയെന്നും പഠിച്ചും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇത് അറിയുകയും മനസ്സിൽ ദൃഢബോധ്യമാവുകയും എന്നിട്ട് തൃപ്തിപ്പെട്ടനുസരിക്കുകയും ചെയ്യുന്നവന് മാത്രമാണ് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ആ മെസ്സേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺവേ ചെയ്തു. അപ്പൊ വളരെ ആഴത്തിൽ തന്നെ ഓരോരുത്തർ മനസ്സിലാവും, അവനവന്റെ തൃപ്തിയാണ് ദീൻ. ഞാൻ തൃപ്തിപ്പെട്ടു അല്ലാഹുവിനെ യജമാനായും സൃഷ്ടാവായും നാഥനായും സംരക്ഷകനായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ സന്നദ്ധനാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നന്ദി കെട്ടവനായി നരകത്തിൽ പോവേണ്ടി വരും. പാലിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന് സാക്ഷിയായി അനന്തമായി പ്രതിഫലം ഉണ്ടാവും. വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, ഒരു വക്രതയും ഇല്ലാതെ നേർക്ക് നേരെ.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ദീൻ എന്ന് പറഞ്ഞ എന്ത് സംഗതി എന്തോ ഒരു വേറൊരു സംഗതിയാണ്, ജീവിതം വേറെ സംഗതിയാണ്. ദീനെല്ലാം കൂടെ ഒരു അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാവും. അത് പലപ്പോഴും ഈ ഈദുൽ ഫിത്തർ വരുമ്പോൾ അല്ല മൗലവി നമ്മൾ ഈദുൽ ഫിത്തർ സക്കാത്ത് മുസ്ലിങ്ങൾ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കാം, അല്ല ഈ മുസ്ലിങ്ങൾക്ക് വിശപ്പും ഏർപ്പാടും കാര്യങ്ങളൊന്നും എന്താ കൊടുത്താൽ അല്ല അത് മറ്റേ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പ്രത്യേകിക്കണ്ട. അല്ല ഉദയത്തിന്റെ അടുത്ത് കൊടുക്കാൻ പറ്റും. എന്താ കൊടുത്താൽ പ്രശ്നം എന്താ? അതിലും പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം, അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ആളെ കൂട്ടും. ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കും. ഒരു ദിവസം അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അങ്ങനെ പുറത്തിറങ്ങുന്നു. വഴിയിൽ ആരെങ്കിലും പോണെങ്കിൽ അയാളെ വിളിക്കാനുണ്ട്. 70 മുകളിൽ വയസ്സായ ഒരു മനുഷ്യൻ അതുവഴി നടന്നുകൊണ്ട് ഇബ്രാഹിമിനെ വിളിച്ചു. ഇബ്രാഹിം ഈ നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്, മാത്രമല്ല വിപ്ലവകാരിയാണല്ലോ, റിബലാണല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം. വിളിച്ചു, എന്താ ഇബ്രാഹിം? അല്ല, ഞാൻ ഊണ് കഴിക്കാൻ പോവാ, ഭക്ഷണം കഴിക്കാൻ പോവാ. ഊണാണെന്ന് എനിക്ക് അറിയില്ല, ഭക്ഷണം എന്നാണ് കഴിക്കും. അപ്പോ എന്റെ കൂടെ ഭക്ഷണം ആയിക്കോട്ടെ. അങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ ഏകനായ അള്ളാഹു വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് വിചാരിക്കാൻ അറിയാമല്ലോ, ഏകനായ അള്ളാഹ് വിശ്വസിക്കും, മറ്റാൾ വിശ്വസിക്കാം. അപ്പോ അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അള്ളാഹുവിനെ അംഗീകരിക്കണം. അതൊരു മര്യാദയാണല്ലോ. അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ അവിടെ നടന്നു പോകണം, നിങ്ങളെ വിളിച്ചു. അങ്ങനെ ഉണ്ട് ഭക്ഷണം എനിക്ക് ആവശ്യമില്ല. അയാൾ എഴുന്നേറ്റ് പോയി. അയാൾ പുറത്തു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നസറൽ മലക് ജിബ്രീൽ വന്ന് പറഞ്ഞു, അല്ല ഇബ്രാഹിം, അള്ള ചോദിക്കാണ്, ആ മനുഷ്യന് എത്ര വയസ്സായി ഇബ്രാഹിം? 70 കൊല്ലം അവൻ ഭൂമിയിൽ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തപ്പോഴും ഞാൻ അവന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, വെളിച്ചം കൊടുത്തു, വായു കൊടുത്തു, ആരോഗ്യം കൊടുത്തു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നീ അവന്റെ ആ ദീൻ മാറ്റി നിന്റെ ദീനിലേക്ക് നിർബന്ധിക്കുന്നത് എവിടെ നിന്നാണ് ഇബ്രാഹിം നീ പഠിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് ചോദിച്ചു. അപ്പൊ സാമാന്യ നീതി എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിനെ പറ്റില്ല എന്നുള്ള പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയൽക്കാരന് കൊടുക്കണോ വേണ്ടേ? അത് ചിത്രത്തിലുണ്ടോ? ഷറയിലുണ്ടോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കോലത്തിലാക്കി തീർത്തുകയാണ്. ഈ ഇസ്ലാം ഏത് ഇസ്ലാമാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. 55 വയസ്സായി ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത ട്രെയിനിരിക്കുമ്പോൾ കൊടുക്കില്ലേ? നമ്മൾ ഭക്ഷണം നമ്മളെല്ലാവരും ഇറച്ചൊക്കെ വെട്ടി തിന്നുന്നു. അപ്പൊ ചുറ്റുപാടുള്ള മനുഷ്യന്മാർ കുറച്ച് പാവങ്ങളാണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടി കിതാബ് തിരഞ്ഞു നോക്കുക. ഈ എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമെ മനസ്സിലാക്കാറുള്ളത്? അതിന്റെ പേരിൽ എത്ര വലിയ പണ്ഡിതൻ വർക്ക് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചെറിയ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുടിസായ ദീനൊന്നും അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമകളാണെല്ലാം. വിശ്വാസം അവിശ്വാസം വേറെ പ്രശ്നമാണ്. അവൻ സ്വീകരിക്കണം. അവൻ അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് സ്വീകരിച്ചാൽ മാത്രമേ അവന് സ്വർഗത്തിലേക്ക് പ്രവേശമുള്ളൂ. നിഷേധിച്ചു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കണം അള്ളാന്റെ ബാധ്യതയാണ്. നമ്മൾ എടുക്കണ്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഓരോരുത്തർക്കും സ്വർഗവും നരകവും നമ്മളിങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അല്ല അവന് കൊടുക്കുക. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല? ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഓരോ വിഷയവും ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, അവർ ചെയ്യാമെന്ന ആൾ വരെ അഭിപ്രായ വ്യത്യാസം പറയുകയും എഴുതുകയും ചെയ്ത് സമയം കഴിഞ്ഞോട്ടെ. ഇല്ലാത്തൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ആളുണ്ടല്ലോ, അവർ പ്രയോഗത്തിൽ വെച്ചുകൊട്ടെ. എല്ലാത്തിന്റെയും തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് പറയും കേട്ടോട്ടെ. അത്ര ഉറപ്പോടെ പറയാൻ പറ്റുന്ന വിഷയമാണ്. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ, മനുഷ്യനെ കണ്ടറിയണമെങ്കിലല്ലേ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഈ ആരാധന, നമ്മുടെ ജീവിത രീതി, നമ്മുടെ ആദർശം ഇത് മനുഷ്യന് പറ്റുന്നതാണ്, ഉത്തമമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ ഇസ്ലാമല്ല വർഗീയതയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ വർഗീയത പറയണം. അത് ഇന്നത്തെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ സാഹചര്യം അനുസരിച്ച് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യ മനസ്സുകളിൽ കടന്നുകൂടി. പക്ഷെ സത്യവിശ്വാസികൾ അതിൽ പെട്ടുപോകരുത് എന്നാണ് ആനുഷികമായി എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഹൃദയവിശാലത ഈ പ്രപഞ്ചത്തെക്കാൾ വലിയ ഹൃദയമാണുള്ളത്. അള്ളാഹുവിന്റെ അർശാണ് സത്യവിശ്വാസിയുടെ മനസ്സ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാ ആളുകളോടും സ്നേഹവും കരുണയും അനുഭൂതിയും. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്കിലും ഇത് മനുഷ്യന് കൊള്ളാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരുള്ളൂ. നമ്മളെ കണ്ട ആരെയും ദീൻ സ്വീകരിക്കുമോ? എന്നാലോചിച്ചു, ഇന്നത്തെ മുസ്ലിങ്ങളെ കണ്ട ആരാ ദീൻ വരിക? നിങ്ങളൊന്ന് തീരുമാനം അടിക്കുക ഏത് ഗ്രൂപ്പാവല്ല എന്നെങ്ങാണ് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങണം, ഹൃദയമൊന്ന് ശുദ്ധിയാക്കണം. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലെ ചെറുപ്പം കച്ചയും ഇടങ്ങേറൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് ഹൃദയം അള്ളാഹുവിലേക്ക്, അതൊരു പ്രശ്നമാണ്. നമുക്കിപ്പോ അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം മാറ്റാൻ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സംഗതിയിൽ
അനിൽ അഹില്ല, അതായത് ഹിലാലിനെ കുറിച്ച് അവർ ചോദിക്കും. അപ്പൊ അത് നീ പറഞ്ഞു കൊടുക്കുക, അത് സമയം കണക്കാക്കാൻ വേണ്ടിയാണ്, ഹജ്ജിന്റെ കാലം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോന്നോരോന്നോ പറയും. ഈ യുദ്ധം നിരോധിച്ച മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നു. കുൽ ഖിതാലു ഫീ കബീറും, പറയാ അതിൽ യുദ്ധം ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്, വലിയ മോശം തന്നെയാണ്. പക്ഷേ അല്ലാഹു വസദ്ദൻ അൻ സബീലില്ലാഹി വകുഫറുൻ ബിഹി വൽ മസ്ജിദുൽ ഹറാം ഇഖ്റാജുൻ അഹ്ലിഹി മിൻഹു അക്ബർ ഇൻദല്ലാഹി അൽ ഫിത്നതു അക്ബർ മിനൽ ഖത്ൽ. അതായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതിന്റെ അവകാശികളെ പുറത്താക്കുന്നതുമായ കാര്യങ്ങൾ ആദരണീയമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കടുപ്പമാണ് അള്ളാഹിന്റെ അടുത്ത്. അതുകൊണ്ട് ആദരണീയമായ മാസത്തിൽ അത് ചെയ്താൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു കൊടുക്കാം. അവർ ചൂതാട്ടത്തെയും മദ്യത്തെയും കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. രണ്ടിലും ഭയങ്കരമായ ഗുരുതരമായ പാപമുണ്ട്. അപ്പൊ മനാഫിനാസ് കുറെ ഉപയോഗങ്ങളുണ്ട്. കള്ളുപിടിച്ചാൽ ചില ഉപയോഗങ്ങളുണ്ട്, ചൂതൊളിച്ചാൽ ചില ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അതിന്റെ ഉപയോഗത്തെക്കാൾ വളരെ മാരകമാണ് അതിന്റെ അപകടം. അതുകൊണ്ട് നിങ്ങളത് മാറി നിർത്തണം, അത് ഉപേക്ഷിക്കണം. വളരെ വളരെ നന്നായിട്ട് നല്ല നിലയ്ക്ക് നമ്മൾ പറയണം. ഓരോ സംഗതി എടുത്തോളൂ. എസ്എൽവിനൊക്കെ മാതായി എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവരും ചോദിക്കണം. നിന്റെ ആവശ്യം കഴിച്ചോളൂ, ചെലവഴിച്ചോളൂ. ഇങ്ങനെ ഓരോ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ അവർ ഈ ലോകാവസാനികൾ എന്നാ ചോദിക്കണം. നിനക്കതിനെ കുറിച്ച് നല്ല വിവരമുണ്ടെന്നോ എനിക്കാ ചോദിക്കണം. നീ എന്താണ് ഇപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ടത്? അത് അല്ലാഹു നബിയുടെ ഭാഷയിൽ, അല്ലാഹുവിന്റെ ഭാഷയിൽ നബിയുടെ വായുവിട്ട് സംസാരിക്കും. അതിന്റെ വിവരം അള്ളാന്റെ അടുത്താണ്. ഇങ്ങനെ ഓരോ സംഗതികൾ, ഓരോ വിഷയം വരിക, ഓരോ പ്രശ്നം. അതായത് അവരൊരു പ്രശ്നവും നിന്റെ മുന്നിൽ ഉന്നയിക്കൂല, അതിന് ഉത്തമമായ പരിഹാരം നാം നിനക്ക് നിർദ്ദേശിച്ചു തരിക അല്ലാതെ. അപ്പൊ നമ്മളിവിടെ ആദ്യം ഓതി വെച്ച ഒരാഴ്ച, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സമയം അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹ് എന്നുള്ള ആയത്താണ് നമ്മൾ ആദ്യം ഓതി വെച്ചത്. മദീനയിലെ ഖസ്റജ് ഗോത്രത്തിലെ ഹൗല ബിൻത് സഅലബ നല്ല സുന്ദരിയായ പെണ്ണായിരുന്നു. ഔസ് ഗോത്രത്തിലെ ഔസ് ബിൻ സാമിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതും അവർ ദീൻ ഇസ്ലാം സ്വീകരിക്കും. അപ്പൊ ഈ ഇസ്ലാമിനെ സ്വീകരിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വയസ്സായി വന്നു. പ്രായമായ സമയത്ത് ഒരു ദിവസം ഇയാൾ ഭയങ്കര ചുണ്ടിക്കാരനായി. പ്രായമാണ്, സഹാബിയാണ്, പ്രമുഖനായ സഹാബിയുടെ അഞ്ചനാണ്, നല്ല സഹാബിയാണ്. പക്ഷെ ശേഷം ചുണ്ടിക്കാരനാണ്, എടുത്താൽ ചൂടാവും. ഒരു ദിവസം മൂപ്പര് വീട്ടിൽ ചെന്നപ്പോ ഭാര്യയുമായിട്ട് എന്തോ സംഗതിയിൽ തെറ്റി. അപ്പൊ നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ്, റിഹാർ ചെയ്യാന്നാണ് പറയാ. തലാഖ് എന്ന് പകരം ചെയ്യുന്ന ഒരു കഠിന ഏർപ്പാടാണ്. വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇതിന്ന് ഒഴിഞ്ഞു പോകില്ല, ശാരീരിക ബന്ധമൊക്കെ പറ്റില്ല. അങ്ങനത്തെ ഒരു അടുത്ത ഹീനമായ മൃഗീയമായ ഒരു നടപടി ജാഹിലിയ്യ കാലം നടന്നു. റിഹാർ ചെയ്യുക. നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാന്ന് പറയാൻ മനസ്സിലാവുമല്ലോ, റിഹാർ ചെയ്യുക. അപ്പൊ ഈ ദേഷ്യം പിടിച്ചപ്പോ മൂപ്പര് സത്യവിശ്വാസിയാണ്, അകമറന്നിൽ പെട്ടെന്ന് നീ എനിക്ക് എന്റെ ഉമ്മയെ പോലെയാണ്. അങ്ങനെ ചാടി അവർ പറയുന്നത് ബഹളം ഉണ്ടാക്കി പുറത്തുപോയി. കുറെ കഴിയുമ്പോൾ ചൂടെല്ലാം കഴിഞ്ഞ് തണുത്ത് തിരിച്ചു വന്ന് മൂപ്പര് അടുത്ത വലിയ കാര്യത്തിൽ അനനയത്തിൽ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടി അടുത്തെത്തി. പൗല പറയാൻ അദ്ദേഹം എന്നെ പ്രാപിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എന്തായാലും പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞെന്നെ ഇങ്ങനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹും അവന്റെ റസൂലും എന്താണ് തീരുമാനം ഇക്കാര്യത്തിൽ പറയുന്നത് വരെ എന്നെ സമീപിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം എന്നെ കടന്നു പിടിച്ചു, എന്നെ ബലാത്കാരം പറയണ എന്നെക്കാൾ പ്രായമുള്ളത് കൊണ്ട്, വൃദ്ധനായത് കൊണ്ട് എനിക്ക് എളുപ്പം പരാജയപ്പെടും. ഞാൻ തള്ളിയിട്ടു. രണ്ടുപേരും ഒരു പിടിവലി നടന്നു, തള്ളിയിട്ടിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അയൽക്കാരിയായ പെണ്ണിന്റെ വസ്ത്രം കടം വാങ്ങി ഉടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് വിവരങ്ങളൊക്കെ. അപ്പോ ആദ്യ റസൂൽ പറഞ്ഞു, വയസ്സനാണ്, നീ സൂക്ഷ്മത പാലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു റസൂൽ, എന്നാ പിന്നെ നിങ്ങൾ നിഷിദ്ധമാണ്, ഇനി ഭാര്യ ഭർത്താവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്ത്രീ പറഞ്ഞു, എന്റെ ചെറുപ്പത്തിൽ എന്റെ സൗന്ദര്യം എല്ലാം ആസ്വദിച്ചെല്ലാം കഴിഞ്ഞാൽ തലാഖ് എഴുതിയിട്ടില്ലല്ലോ, തലാഖ് എഴുതിയില്ലെങ്കിൽ പറ്റൂല, എനിക്ക് വേറെ നിയമങ്ങളൊന്നുമില്ല. റസൂലിനും ഉണ്ടായിരിക്കാം. തലാഖ് ചെല്ലാതെ ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. ഒഴിവാക്കിയിട്ട് മക്കളെ അയാളെ കൂടെ വിടാമെന്ന് വിചാരിച്ചാൽ മക്കളെ ഇഷ്ടം.
മക്കളെ ഞാൻ നിർത്താന്ന് വെച്ചാൽ അവർ പട്ടിണി കൊണ്ട് വെച്ചു, എനിക്ക് സംരക്ഷിക്കാനുള്ള അത്ര കഴിവില്ല. അയാളാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ ചുണ്ടി കിട്ടുന്നുള്ളത് വേറെ പ്രശ്നം. എന്താണ് ഒരു പരിഹാരം പറഞ്ഞത് റസൂലേ? റസൂലിന് പരിഹാരമില്ല, ആദ്യത്തെ പ്രശ്നമാണ്. കുറെ നേരം റസൂൽ മിണ്ടാതിരുന്നു. അപ്പോ ഒരു റിപ്പോർട്ട് പ്രകാരം അവരിങ്ങനെ ഒന്ന് പറയും റസൂലേ എന്ന് പറഞ്ഞ് പിടിച്ചു. അത് എല്ലാ റിപ്പോർട്ടും കാണുന്നില്ല. അങ്ങനെ ഈ റസൂൽ ആകെ ഒരു അസ്വസ്ഥനായി അങ്ങനെ ഇരിക്കുമ്പോ قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركم. അവരാ എഡ്യൂക്കേഷൻ സൈക്കോളജി എങ്ങനെയാണ് ഒരു വിഷയം ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. ഭൂമിയിൽ ഒരു പ്രശ്നം വരുന്നു, മഹാനായ ഒരു പ്രവാചകൻ പ്രതിസന്ധിയിൽ പ്രശ്നവുമായി മുട്ടി നിൽക്കുന്നു. അത് സമയ അള്ളാഹു ഖൗലല്ലത്തി, ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണിന്റെ ആവലാതി നിന്റെ രക്ഷിതാവ് കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു. ആ സമയം കഴിയും. ഇതിൽ വലിയ അർത്ഥമുണ്ട്. അള്ളാഹു എപ്പോഴും കേട്ടും കണ്ടും നമ്മുടെ കൂടെയാണ്. അതൊരു ഭയമാണ്, ഒരാശ്വാസം ഒരേപോലെ. കാരണം അള്ളാഹ് അറിയുമെന്നുള്ളത് അനാവശ്യം ചെയ്യുന്നവനക്ക് ഭയം തന്നെയാണ്. പക്ഷെ അള്ളാഹ് ഉണ്ട് സഹായിക്കാനെന്നുള്ളത് പ്രതീക്ഷയുള്ളവന് എന്നും ആശ്വാസമാണ്. അപ്പൊ പ്രശ്നങ്ങളിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സത്യവിശ്വാസികൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നതിന്റെ ഒരു നല്ല ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം അള്ളാഹു അങ്ങനെ തന്നെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ കാഴ്ച. ഇതൊരു ഖുതുബയിൽ പറഞ്ഞുകൊണ്ട് മുഴുവൻ കേട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് ഈ രീതിയിൽ തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ഈ ആദർശം, ഈ മാനുവൽ, അതായത് മനുഷ്യനാക്കാനുള്ള ഒരു ട്രെയിനിങ് മാനുവലാണ് നമ്മുടെ കൈവശമുള്ളത്. ഇത് നമ്മളിങ്ങനെ ബൂത്തി വെച്ച് നടക്കാം. ഒന്ന് നമുക്ക് അറിയില്ല, മറ്റുള്ളവരോട് പഠിക്കാൻ കൊടുക്കൂല. അങ്ങനത്തെ ഒരു കോലത്തിൽ ഇത് ഈ ലോകത്തിന് കിട്ടേണ്ട ഒരു സംഗതി നമ്മളതിന്റെ വക്താക്കളായി തടഞ്ഞു വെക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ഖുർആൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് നിറവേറ്റാൻ കരുണാവാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകാൻ കഴിയുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نشكره لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ترميم بالصبر. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ജീവിതത്തിൻ്റെ വളരെ ഗൗരവമായ ഒരു മുഖമാണ് ഈ ഭൗതിക ജീവിതം. അതാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം നേടി അള്ളാഹുവിലേക്ക്. നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രശ്നമാണ്, അതും കൂടെ തോന്നിയില്ല വലിയ ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്ക് ചില പ്രശ്നം ഉണ്ടാവും, അവർക്ക് തോന്നൂല ഒരു പ്രശ്നമാണ്. അപ്പൊ പ്രശ്നമാണ് തോന്നണം. ഈ പ്രശ്നത്തിന്റെ മാനദണ്ഡം വിഷയം അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം. ദുനിയാവിലെ വിഷയങ്ങളുടെ പ്രശ്നങ്ങളല്ല മനുഷ്യന് ഏറ്റവും സങ്കീർണങ്ങളായി ഉണ്ടാവുക എന്നത്. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ദുനിയാവിലെ വിഷയങ്ങളുടെ പ്രശ്നമാണ് സങ്കീർണമായ കുരുക്കഴിക്കാനാവാത്തത്. കാരണം നമ്മുടെ ലക്ഷ്യം ദുനിയാവാണ്, അവിടെയാണ് വിഷയം. ദുനിയാവിൽ എങ്ങനെയാണ് പണം ഉണ്ടാവുക, എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക, പിന്നെ സുഖം ഉണ്ടാവുക. ഈ സുഖത്തിന്റെ ഒരു കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. കഴിച്ചാൽ എത്ര കഴിക്കും ഒരു മനുഷ്യൻ? അതെത്ര വേറല്ലേ ഉള്ളൂ. അവന് ഒരു വീട് മതിയല്ല താമസിക്കാൻ, ഒരു വാഹനം മതിയല്ല സഞ്ചരിക്കാൻ, ഒരുപാട് നിലകളുള്ള വീട് കാശില്ല, ഒരുപാട് അഡീഷൻസ് ഉള്ള കാറോ വാഹനങ്ങളോ മറ്റൊന്നും ആവശ്യമില്ലല്ലോ. അവന് മനസ്സമാധാനം ഉണ്ടാവണം.
അതായത് വിഭവങ്ങളുടെ ആധിക്യമല്ല മനസ്സിന്റെ സംതൃപ്തി, അള്ളാഹു നൽകുന്ന മനസ്സിന്റെ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളിന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട്, വിഭവങ്ങൾ മീൻസ് 1 ആരോഗ്യം, 2 ധനം, 3 അവനുള്ള സ്ഥാനം. ഇതിൽ പെടില്ല. ആരോഗ്യത്തിലെല്ലാം പെടും, ധനത്തിൽ പെടും, സമ്പത്തും മറ്റതും മക്കളും എല്ലാം പെടും. പിന്നെ നാട്ടിലുള്ള ഒരു പൊസിഷൻ. ഇത് 3 വേണ്ടി. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നത് തൽക്കാലം. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം അതായാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഒരു സ്ഥായിയായ യാഥാർത്ഥ്യമല്ല. ഇതിങ്ങനെ നശിച്ചു പോകുന്നതാണ്, ഇത് നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന യാഥാർത്ഥ്യം പരലോകത്ത് കിട്ടുന്നതാണ്, അനന്താനുഭൂതിയാണ്. മനുഷ്യ മനസ്സിന് വേണ്ടത് സംതൃപ്തിയാണ് എന്ന് ആദം നബിയുടെ അസംതൃപ്തിയിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ സംതൃപ്തമായിരുന്നു, തോന്നിയാസം കാണിച്ചപ്പോ അസംതൃപ്തി ഉണ്ടായി, ദുഃഖമുണ്ടായി. പഴം പറിച്ചപ്പോ, നിഷേധം കാണിച്ചപ്പോ, അനുസരണക്കേട് കാണിച്ചാൽ അസംതൃപ്തി എന്റെ അപ്പുറത്ത് വേദന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വേദന കൊണ്ട് ശിക്ഷിക്കും. അപ്പൊ നമുക്ക് പരീക്ഷണം ഏതാണ്, ശിക്ഷ ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ സംഭവങ്ങൾ ഇങ്ങനെ ദുനിയാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ രണ്ടിനും ഒരേ മാർഗ്ഗമുള്ള അല്ലാഹുവിലേക്ക് തന്നെ പോകാണ്. അപ്പൊ മനുഷ്യരുടെ ജീവിതത്തിൽ നിത്യമായും ഒരുപാട്, നമ്മുടെ ജോലി ചില സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ചിലരൊക്കെ ആരൊക്കെ നോക്കിയാൽ അങ്ങനെ ലിസ്റ്റ്, ഞാൻ ആരെയും കേട്ടിട്ട് കുറ്റം പറയല്ല, ഒരു നേച്ചർ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം, അത് ചെയ്തു തരണം, പഠിച്ചാൽ അതങ്ങനെ ആക്കണം, ഇതിങ്ങനെ ആക്കണം, മറ്റങ്ങനെ ആക്കണം, മറ്റങ്ങനെ ആക്കണം, ഇങ്ങനെ A to Z, അല്ലെങ്കിൽ 1 മുതൽ 100 ലിസ്റ്റാണ് കൊടുക്കലാണ്. പുറത്തുനിന്ന് നമ്മൾ തന്നെ വേറെ ധാരണ കേട്ടാൽ ഇത് അതുകൊണ്ട് ഇതിന്റെ പ്രൈവസി പറ്റിയിട്ട് ഇങ്ങനെ എല്ലാം എന്ന് പറഞ്ഞ ആവശ്യങ്ങൾ പറയേണ്ടെന്നല്ല പറഞ്ഞത്. ആവശ്യങ്ങൾ പറയണം, പക്ഷെ ആവശ്യങ്ങളിൽ പറയുന്നതിന് മുമ്പ് പടച്ചവനെ നമ്മൾ ചോദിക്കുന്നത് ഹിദായത്തുണ്ട്, യഥാർത്ഥ ആവശ്യം എന്താണ് എന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅഹു ദ്വാരകം ഇട്ടില്ലേ. യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിന്തുടരാനും ബാത്തിലായി മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കാനുള്ള ബുദ്ധി, സൂക്ഷ്മത എനിക്ക് നൽകണേ. നമ്മൾ ആകെ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഏക കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ പാതയെ നയിക്കണം. ഇത് നമ്മൾ കൈകെട്ടിയിട്ട് നിസ്കരിക്കാമെന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണം, വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ പോയി ചെയ്യണ പണി തലകുത്തനെയാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരവും ജീവിതവും തമ്മിൽ ഈ ടാലി ആവില്ല. നമസ്കാരം അതിന്റെ വഴിക്ക് വേറെ പാക്കേജ്, ഇത് വേറെ പാക്കേജ്. അങ്ങനെ ഡബിൾ പാക്കേജിന് പ്രൊവിഷൻ ഇല്ല ഇസ്ലാമിൽ. അല്ലാഹുവിന്റെ ഹൃദയത്തിലൊന്നുമില്ല. നമസ്കരിക്കുന്നവൻ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നടത്തുന്നവനും മ്ലേച്ഛ മോശ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമസ്കാരം യഥാർത്ഥത്തിലാവുമ്പോ അവന്റെ മനസ്സ് മ്ലേച്ഛമായ ഒരാളെ ചീത്ത പറയാൻ അവന്റെ നാവ് പൊങ്ങൂല, മലക്കോടുണ്ടാവും പിടിക്കാൻ. അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ നിസ്കരിച്ചിട്ടുള്ള ആത്മാർത്ഥമായി നിസ്കരിച്ചിരുന്നു. ഒരാളിനോട് മോശമായി പെരുമാറാൻ തോന്നുമ്പോൾ മലക്കൻ പിടിച്ചോളും, ഒരാളിനെ പറ്റിക്കാൻ തോന്നുമ്പോൾ മലക്കൻ പിടിച്ചോളും. 50 രൂപയുടെ നോട്ട് കൊടുത്തത് സാധനം വാങ്ങി അയാൾ 100 രൂപയാണെന്ന് വിചാരിച്ച് ബാലൻസ് എന്നൊരു 50 രൂപയും ബാക്കി 50 നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് പറഞ്ഞു ഇപ്പൊ കൊട്ടിട്ട് പോയി കൊള്ളടാന്ന്. പെട്ടെന്ന് മലക്ക് പറയും, അല്ലടോ ഇതിന്റെ കണക്ക് അവിടെ വരും പരലോകത്ത്, ഈ പാവ അറിയാതെ തന്നതാണ്, നീ ചതിച്ചിട്ടില്ല, പക്ഷേ നീ അറിഞ്ഞിരിക്കുന്നു, കൊട്ടവാണോ. അപ്പോൾ ഇതാണ് ഒരു മലക്കിനുള്ള നിയമിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സത്യവിശ്വാസത്തിന്റെ ദാർഢ്യമേറും തോറും മലക്കുകളുടെ എണ്ണം കൂടും. സൽ ഉപദേശം, മനസ്സാക്ഷി എന്നത് ശക്തമായിരിക്കും. മനസ്സാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള അക്രമം കാണിക്കുന്നത് തല ദുന്യാവിൽ പൂത്തിവെക്കുന്നുണ്ടാണ്. ഭൗതിക ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങൾ, ആർഭാടങ്ങൾ, ആസ്വാദനങ്ങൾ, അതൊക്കെ സ്ഥായിയാണ്, അനുഭവിച്ചു കളയാം, അനുഭൂതി ആസ്വദിച്ചു കളയാം എന്ന അടിസ്ഥാന ചിന്തയിൽ പ്രവർത്തിച്ചാൽ മലക്കങ്ങോട്ട് മാറിക്കും, ഇബ്ലീസ് അങ്ങോട്ട് കൊണ്ടുപോകും. അതല്ല, അള്ളാഹുവിന്റെ അടിമയാണ്, പ്രൊഫഷനൊക്കെ അള്ള തന്നതാണ്, ഇതെടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും, നാളെ അള്ളാന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്ന ബോധത്തോടെ വരുമ്പോ ഓരോരുത്തർക്കും സൂക്ഷ്മതാബോധം ഉണ്ടാവും. അപ്പൊ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അത് തന്നെ നിന്നോട് മാത്രം ചോദിക്കുന്നു, സഹായം നിന്നോട് മാത്രം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ സഹായം ഒരുപാട് ശൈത്താനുകൾക്ക് ചോദിച്ചാണ് നടക്കുന്നത്.
ഇത് വാചകം കൊണ്ട്, പ്രസ്താവന കൊണ്ട് ഇങ്ങനെയും പ്രായോഗിക ജീവിതം കൊണ്ട് വേറെ തരത്തിലുമായാലാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാതെ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാത്മാവിനും അതിന്റെ കഴിവിനപ്പുറമുള്ള പ്രശ്നങ്ങൾ വെക്കൂല. അതാദ്യം മനസ്സിലാക്കണം. ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കപ്പാസിറ്റി ഇത്രയും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ കപ്പാസിറ്റിയിൽ ഉൾക്കൊള്ളുന്ന പ്രശ്നം അയാളെ വെക്കൂല. ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവിന്റെ അറിവും അനുമതിയോടെ വരുള്ളൂ. കഷ്ടായിപ്പോയെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അത് നമ്മളെ വർത്താനം. അള്ളാഹ്ക്ക് അത് വലിയൊരു കഷ്ടായിട്ടൊന്നുമില്ല. കാരണം അല്ല വെക്കൂല, കഷ്ടായത് അല്ല വെക്കൂല, അനീതി ചെയ്യൂല, അധർമ്മം ചെയ്യൂല, ഒരാളെ വേദനിപ്പിക്കൂല. അള്ള പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാന്റെ പ്രഖ്യാപനം നടപ്പാക്കാനുള്ള നിങ്ങൾക്ക് ആശ്വാസമാണ് അള്ള ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രയാസമല്ല ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കണം. എന്താ? എല്ലാ ചലനങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. എന്നെ ഇങ്ങനെ നിതാന്തമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹൃദയവും കണ്ണും അവനിലേക്ക് തിരിച്ചാൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ തന്നെയാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അടിമയ്ക്ക് അള്ളാഹു പോലെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഖുർആനിൽ ചോദിക്കാം, നിനക്ക് അള്ള പോലെ. അള്ളാഹുവിനെ ആരെങ്കിലും തവക്കൽ ചെയ്താൽ അത് മതിയാവും അവന് എന്നുള്ളത് വളരെ കൃത്യമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഹൃദയം ശുദ്ധീകരിച്ച് അടുത്ത് വരിക, എന്നിട്ട് തൗബയും ഇസ്തിഗ്ഫാറുമായിട്ട് പ്രശ്നപരിഹാരത്തിന് അള്ളാഹുവിനെ സമീപിക്കുക. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്നുള്ളത് സൂക്ഷിക്കണം. ഖുതുബ നടത്താനുള്ള സന്ദർഭത്തിൽ ചാടിക്കടന്ന് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യമാണ്. അത് വളരെ ഗുരുതരമായിട്ടാണ്. സഫിൽ ചാടിക്കടന്ന് വരാൻ പാടില്ല. എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. ഇവിടെ ആദ്യം വരുന്നവർ ആദ്യ സഫിൽ നിറഞ്ഞിരിക്കണം. അവിടെ ഇടയിടാൻ പാടില്ല. മറ്റുള്ളവർ വൈകി വരുന്നവർ ഉള്ള സ്ഥലത്ത് നിൽക്കണം, സ്ഥലമില്ലെങ്കിൽ റോഡിൽ നിൽക്കണം. കാരണം നിശ്ചിത സമയത്ത് എത്തണം എന്നത് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞ സംഗതിയാണ്. ഇവിടെ മെമ്പറിൽ ഇമാമ കയറിയ ശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ജുമയില്ല. വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഒരുപാട് പള്ളി വേറിട്ട് അവിടെയൊക്കെ പോകാം. അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചത് മെമ്പറിൽ ഇമാമോട് കയറുമ്പോൾ പള്ളിയിൽ ഹാജരായിരിക്കും. പിന്നെ ആളുകളെ തോളിൽ കൂടെ ചാടി കടന്നുന്നത് നരകം കിട്ടാൻ വരെ കാരണമാകുന്ന ഗുരുതരമായ പാപമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷമാകട്ടെ. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതുപോലെ മുട്ട് കെട്ടിപ്പിടിച്ചിരിക്കരുത്. പള്ളിയിൽ വെള്ളിയാഴ്ച ദുഃഖ കൈ വെച്ചിരിക്കരുത്, മുട്ട് കെട്ടിപ്പിടിച്ചിരിക്കരുത്. ഇതൊക്കെ റസൂൽ കൃത്യമായി പറഞ്ഞ സംഗതിയാണ്. ഇങ്ങനെ ദുഃഖ കൈ എന്ന് പറഞ്ഞാൽ താഴെ കൈ നോക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ അത്യാചരിക്കുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം പറഞ്ഞിരിക്കുമ്പോൾ ഇരിക്കുക. ഞാനിത് ശ്രദ്ധിക്കാനിരിക്കുകയാണ് എന്ന് ഒരാൾ കണ്ടാലാകെ തോന്നണം. അലക്ഷ്യഭാവത്തിലിരിക്കരുത്. അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ, ഖുർആന്റെ കാര്യം പറയുമ്പോൾ അശ്രദ്ധയിൽ അലക്ഷ്യഭാവത്തിലിരിക്കരുത്. ഇതൊക്കെ ഒരു സാമാന്യ മര്യാദ. നേരത്തെ മദ്രസയിൽ നിന്ന് പഠിച്ചു വരാനുള്ളതാണ്. പഠിക്കാതെ വന്നതിന്റെ പേരിൽ പിന്നീട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനോട് അത്ര ഒരു സീരിയസ്നെസ് ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു ആർക്കാണ് ഇതിന് സീരിയസ്നെസ് എടുക്കാൻ തൗഫീഖ് കൊടുത്തത് അവനാണ് കിട്ടുക. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളും ഹൃദയവും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. അതിനാണ് ചെറിയ പാവങ്ങൾ എന്ന് പറയുന്നത്. ഈ ചെറിയ പാവങ്ങൾ പുറത്തു പോകുന്നതാണ് നിസ്കാരം, നിസ്കാരം, മറ്റേ ദിക്റോ തസ്ബീഹ് തഹ്ലീൽ. അപ്പൊ അതൊക്കെ ആവർത്തിച്ച് പറയുന്നത് ഇത്തരം സംഗതികളൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യനുണ്ടാവുന്നതാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒട്ടനെ തന്നെ അവനെ ദീനിന് പുറത്താക്കുന്നതല്ല, ദീനിൽ നിസ്സാരം ചെയ്തത് ശരിയല്ല, അത് തെറ്റാണ്, ഇത് മനസ്സിലാക്കണം, തൗബ ചെയ്യണം. അല്ലാഹു വളരെ വളരെ നല്ല നിലയിലുള്ള ഉപദേശം. കുറച്ച് കട്ടിയായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. മുഖത്ത് ചോര വരുന്ന തരത്തിൽ ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതായി നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ കാര്യം വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അതാണ് ചോദിക്കുന്നത്. വലിയ കാര്യമാണ്. അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ കുറച്ച് മര്യാദയ്ക്ക് നടന്നാലേ അത് തരുമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ മര്യാദ വാങ്ങാം, ഇല്ലെങ്കിൽ മറ്റു പോയി കിടക്കുകയും ചെയ്യാം. അത് മനുഷ്യാവലയോടും മനുഷ്യാവലയോ ഇഷ്ടമുള്ളവർ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർ വിശ്വസിക്കാം. ലായിക്രാഹിയോ ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ പരസ്പരം പറയുകയും തത്വമുണ്ടെന്നുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മതാ ജീവിതത്തിൽ ഉപദേശിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ ഖുതുബ നിങ്ങൾ നിർബന്ധമായി ചെയ്യുന്നത്. ഈ ജുമഅ നിങ്ങൾ സംവിധാനം ചെയ്യുന്നത്.
അപ്പൊ ജുമുഅക്കോ ഖുതുബയ്ക്കോ അതിന്റെ പ്രയോജനം ചെയ്തില്ലെങ്കിൽ അതും ഒരു വഴിപാടായി പോകും. അങ്ങനെ വഴിപാടാക്കാൻ അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത് കേട്ടത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തൗഫീഖ് നമുക്ക് എനിക്ക് ലഭിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികത യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാലങ്ങളിലുള്ള സത്യവിശ്വാസികൾക്കും അള്ളാഹു ഞങ്ങളെ നരകശിക്ഷയുണ്ടാക്കുകയും സ്വർഗ്ഗങ്ങൾ അനുഗ്രഹിക്കുകയും തമ്പുരാനെ അള്ളാഹു ദീൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കാനും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും വിശാലതയുടെ മറ്റുള്ളവർക്ക് എത്തിനാളെ നല്ല അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളെ ആരോഗ്യം നോക്കണേ തമ്പുരാനെ. സന്താനങ്ങൾ സമ്പത്തിൽ നന്മ വർദ്ധിപ്പിച്ചാണ് തമ്പുരാനെ. അകലങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ട ആളുകൾക്ക് കിടക്കണേ ഹൈറും പറക്കത്തും നൽകണേ തമ്പുരാനെ. അവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹജ്ജ് കഴിഞ്ഞ് ലോകരാജ്യങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളുടെയും യാത്ര സുഗമമാക്കി തമ്പുരാനെ. അവർക്ക് ആശ്വാസം സമാധാനം നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ ആ ഹജ്ജിന്റെ കാര്യങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ നമ്മുടെ ദുആക്ക് ഉത്തരം നൽകണേ നാഥ. മറ്റെല്ലാ പോകാനില്ലാതെ ഞങ്ങളുടെ കാട്ടല്ലേ തമ്പുരാനെ. പിന്നെ ഓരോ മാസത്തിൽ ഞങ്ങൾ ജീവിക്കണം തമ്പുരാനെ. ശാന്തമായ ജീവിതം, ശാന്തമായ മരണം, അനുഭൂതിപൂർവമായ അവരുടെ ജീവിതം, ആശ്വാസകരമായ മഷറ, ആനന്ദപൂർണമായ സ്വർഗം അത് നീ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ നിലത്തും നിന്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളെ വെച്ചിരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل مكان يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.